അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇപ്പത്തെ ഒരു കാലത്ത് ഈ പുറത്ത് കുറച്ചും കൂടി കരിയർ ഓപ്ഷൻ ആയിട്ട് ബെറ്റർ തോന്നിയോണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ പല കുട്ടികളും എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ പാരന്റ്സ് ആണെങ്കിലും അവരാലോചിക്കുന്നത് എന്റെ മക്കൾക്ക് ഒരു നല്ലൊരു ഭാവി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവരും വില്ലിങ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പല രീതിയിലും ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമുക്കതൊരിക്കലും ഒരു തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ ഡിസ്റ്റൻസ് നമ്മൾ ആയിട്ട് ഈ നിൽക്കുമ്പോൾ? ഇപ്പം ഈ പറഞ്ഞ വിഷയം തന്നെ ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണ്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേരൻസിനെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകാം. ഈ യു കെയിലേക്ക് പോകുമ്പോൾ പേരൻസിനെ കൊണ്ടുപോകുന്നത് സാധാരണ ഒരു 6 മാസ ഡ്യൂറേഷനിലാണ് അവർ കൊണ്ടുപോയിട്ട് തിരിച്ച് നാട്ടിലെത്തിക്കും. മക്കളെ കൊച്ചുമക്കളെയൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഒരു 6 മാസം കൊണ്ടുപോയി ആ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു, അല്ലെങ്കിൽ അവർക്ക് ആ പേരൻസിനെ കൂടെ കൊണ്ടാകുന്ന ഒരു വിസയുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജോലിക്കാരായിട്ടുള്ള ഒരു 10-45 വയസ്സൊക്കെയുള്ള അവർക്ക് അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാവുന്ന രീതിയിലാണ് അവർ ആ രീതിയിൽ പോയാലും മക്കളും കൂടെ അവിടെ പോയി അവർക്ക് അങ്ങനെ സെറ്റിൽ ആകാൻ പറ്റും. പക്ഷേ പിള്ളേർ ചെന്നിട്ട് കാർന്നവന്മാരെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഓപ്ഷൻ യു കെയിൽ ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങൾ ഓരോ രാജ്യത്തെ ഓരോ നിയമങ്ങളാണ്. പക്ഷെ പണ്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ചില അമേരിക്കയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഫാമിലി വിത്ത് ഫാമിലി അവരെ മൊത്തം ഫയൽ ചെയ്ത് അവർ കുടുംബത്തെ മൊത്തം കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് അവർ പിന്നെയും ഫയൽ ചെയ്ത് അവരുടെ സഹോദരങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ മുഴുവൻ പോകുമ്പോൾ ഒന്നിച്ച് ഇങ്ങനെ ടീമായിട്ട് കയറി പോകാറ്. ഇതിപ്പം കുട്ടികൾ അവിടെയും പേരൻസ് നാട്ടിൽ ഒറ്റയ്ക്കാകുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിലുള്ളവരെ വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാവുന്ന പോലെ ഈ 18 വയസ്സ് വരെ 18 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഈ കുട്ടികൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയുണ്ട്. വെച്ചാൽ പേരൻറ്റുമായിട്ടുള്ള ബോണ്ടിങ് കഴിഞ്ഞിട്ട് അവരവരുടേതായ രീതിയിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു. പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികളിലേക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം ആയ ജോലികളിലേക്ക് മാറുന്നു. അവരവരുടെ സ്വന്തം കാലം ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. പിന്നെ പേരൻസുമായിട്ട് ബന്ധങ്ങളില്ല. അവർ പിന്നെ അവരുടെ ലിവിങ് ടുഗദർ ആവാം, മറ്റു രീതിയിലേക്കൊക്കെ അവരിങ്ങനെ പോകും. അപ്പോൾ പേരൻസ് പിന്നീട് ഇവരൊക്കെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങനെ ജീവിക്കാം എന്നുള്ളതിലേക്ക് ഓൾഡ് ഏജ് ഹോമുകളിലേക്കും ഒക്കെ മാറിപ്പോവാം. പക്ഷേ അതേ കൺസെപ്റ്റ് കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മീൻസ് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുപോയി കാരണവന്മാരെ കൊണ്ടുപോയി തള്ളിയിട്ട് പോകുന്ന മക്കൾ എന്നുള്ള രീതിയിലേക്ക് വേറൊരു കാഴ്ചപ്പാട് പഴയ ചിന്താഗതിയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പരിഷ്കരിക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഏത് രീതിയിൽ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചാൽ ജനങ്ങൾ ഉൾക്കൊള്ളും എന്നറിയില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. അത്തരം ഫിലോസഫികൾ ഇതിൻ്റെ അകത്തോടെ ഈ സിനിമയിലുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പുറത്തുള്ള രീതി വെച്ചിട്ട് ഒരു ഏജ് എത്തുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ചിൽഡ്രൻ ഇൻഡിപെൻഡന്റ് ആവും, പാരന്റ്സ് ആണെങ്കിൽ അവരുടെ ലൈഫായിട്ട് പോകും. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന വർക്കാവുന്ന തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അത് വർക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ വിദേശത്ത് ചെന്നു, അവർക്ക് പേരൻസിനെ കെയർ മീൻസ് അവർക്ക് വേണ്ട കെയർ കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവരെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കാനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കായിരിക്കും. അല്ല, നമ്മുടെ ഈ കൾച്ചർ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ തള്ളി പാരന്റ്സിന് അങ്ങനത്തെ ഒരു രീതിയിലല്ലേ കൂടുതലും. അതെ, അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്താഗതികളിലെ മാറ്റം വരേണ്ട. അപ്പൊ ഈ സിനിമയിലുള്ള ബാക്കിയുള്ള കാസ്റ്റിങ്ങും അവരെ ശരിക്കും ജോമി കൈപ്പറാട്ട് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ്. പക്ഷെ അദ്ദേഹം ഒരു 10-12ഓളം ഷോർട്ട് ഫിലിമുകൾ ചെയ്യുകയും ഷോർട്ട് ഫിലിമുകളിൽ മിക്കതിനും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകൾ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്ത്. അതുപോലെ നേഴ്സിംഗ്, അദ്ദേഹം ഒരു നേഴ്സാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ചില അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ള ആളാണ്. പിന്നെ ഈ സിനിമ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഇതേ കൺസെപ്റ്റ്, അതായത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ തന്നെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ചില സിറ്റുവേഷനുകളെയാണ് ഒരു സിനിമ രൂപത്തിലേക്ക് നമ്മൾ പകർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രെഡിൽ നിന്നാണ് ഇതിൻ്റെ ബാക്കി തിരക്കഥ. അത് സാബു ജെയിംസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞങ്ങളുടെ ഫിലിം സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം സ്ക്രിപ്റ്റും അദ്ദേഹമാണ് ബാക്കി ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ സിനിമയിൽ നായകനായിട്ട് പ്രശാന്ത് മുരളിയാണ്, നായികയായിട്ട് ഐശ്വര്യ നന്ദൻ എന്ന് പറയുന്ന ഡൽഹി ബോൺ ആൻഡ് ബോട്ടപ്പ് ആയിട്ടുള്ള ഒരു പുതുമുഖ നടി എന്ന് പറയാവുന്ന നായികയായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യമായിട്ടൊരു വർക്കിലേക്ക് വരുന്നതാണ്. പക്ഷേ നേരത്തെ സിനിമകളിൽ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ മറ്റ് സിബി തോമസ് സാർ DYSP, അദ്ദേഹം അദ്ദേഹത്തിന് സഹോദരനായിട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ സുഗത, അതുപോലെ കോട്ടയം രമേശ്, പിന്നെ ടിങ്കിൾ സൂര്യ, പിന്നെ RJ സൂരജ്, അങ്ങനെ കുറച്ച് തോമസ് കുട്ടി എബ്രഹാം, അദ്ദേഹം കുറച്ച് സീരിയലിലൊക്കെ ഉണ്ട ഒരു കക്ഷിയുണ്ട്. അങ്ങനെ കുറേയധികം അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഉണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച്
പുതുമുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം 3-4 സിനിമകൾ ഓൾറെഡി ചെയ്തിട്ട് അതുവരെ റിലീസാകാത്ത കുറേ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാനൊക്കെ ഉൾപ്പെടുന്നത് ആ ഗണത്തിലാണ്. ഞാൻ ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞൊരു മൂവി റിലീസായിട്ടുണ്ട്. ഭഗവാൻ ദാസിന്റെ രാമരാജ്, അതിലൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 സിനിമകൾ റിലീസായതുണ്ട്. അല്ലാതെ കുറേ അധികം സിനിമകൾ ഇങ്ങനെ പണിപ്പുരകളിൽ ആണ്. നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ മറ്റൊരു വർക്കാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കരുതൽ. അത് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. നവംബറിലെ ഡിസംബറിലേക്ക് റിലീസ് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നു.